ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിലെ 4ാമത്തെ ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഒരു പ്രൊജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അനാലിസിസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ എ സ്റ്റഡി ഓൺ ക്രോപ്പ് ഡിസ്ട്രക്ഷൻ എന്ന പ്രൊജക്റ്റ് ടോപ്പിക്കാണ് ഇവിടെയുള്ളത്. ഇതിൽ നമ്മൾ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ടേബിളാണ്. ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഡാറ്റ അനാലിസിസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കാണാവുന്നത് ടേബിൾസും അതുപോലെ തന്നെ ഗ്രാഫ്സ് ഒക്കെ ആയിരിക്കും. ടേബിൾസും ഡയഗ്രാംസും ഒക്കെ നമുക്ക് അതിൽ കാണാവുന്നതാണ്. അത് തന്നെയാണ് അനാലിസിസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മുഴുവനായിട്ടും വരുന്നത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സൽ, SPSS അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് എക്സലിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ എക്സലിൽ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ക്വസ്റ്റിനെയറിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റ കളക്ട് ചെയ്യുമല്ലോ. ആദ്യം നമ്മൾ ക്വസ്റ്റിനെയർ തയ്യാറാക്കും. എന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിൾസിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. ആ ഡാറ്റേൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. കാരണം ആ ഡാറ്റയിൽ നിന്നും കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാവണമല്ലോ. ഇവിടെ ഞാൻ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിനെയറിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന നെയിമായിരുന്നു. പിന്നീട് ഏജ് ആണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാമേഴ്സ് എന്ന് പറയുന്നത് കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ആ ടേബിളിൽ എങ്ങനെയാണ് 3 കോളംസ് ഉണ്ട്. ഏജ്, നമ്പർ ഓഫ് ഫാമേഴ്സ്, പെർസെൻറ്റേജ്. ഏജ് എന്ന് പറയുന്ന 3 തരത്തിലുണ്ട്. 18 മുതൽ 36 വയസ്സ് വരെ, 36 മുതൽ 56 വയസ്സ് വരെ, 56 വയസ്സ് അതിന് മുകളിലേക്കും. എന്നിട്ട് അതിൽ ഓരോന്നിലും വരുന്ന ഫാമേഴ്സിൻ്റെ എണ്ണം കൊടുത്തു. അതിനുശേഷം പെർസെൻറ്റേജ് കണ്ടു. അതായത് 8/60 13. അപ്പോൾ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളതിൽ 13% ആളുകളാണ് വരുന്നത്. നമ്മൾ ആ ടേബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ടേബിളിൻ്റെ മുകളിൽ അത് ഏത് ടേബിളാണെന്ന് കൊടുക്കുക. അതായത് ഇത് 4ാമത്തെ ചാപ്റ്റർ അല്ലേ, 4ാമത്തെ ചാപ്റ്ററിലെ ഫസ്റ്റ് ടേബിളാണിത്. അതുകൊണ്ട് ടേബിൾ 4.1 എന്ന് കൊടുക്കുക. അതിനുശേഷം അതെന്താണ് കാണിക്കുന്നതെന്ന് നെയിം കൊടുക്കുക. ഏജിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ അല്ലേ, അതുകൊണ്ട് ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാമേഴ്സ് എന്ന് കൊടുക്കുക. അപ്പം നിങ്ങൾ ഏത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ആ ടേബിളിൽ ഇങ്ങനെ നെയിം കൊടുക്കുക. എത്രാമത്തെ ടേബിളാണ്, ആ ചാപ്റ്ററിൽ എത്രാമത്തെയാണ്, ചാപ്റ്റർ 4 അതിൽ എത്രാമത്തെ ടേബിളാണെന്ന്. ടേബിൾ 4.1 ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാമേഴ്സ്. അതിനുശേഷം അതിൻ്റെ അടിയിൽ, അതായത് ടേബിളിൻ്റെ അടിയിൽ സോഴ്സ് കൊടുക്കുക. നമ്മളിത് ക്വസ്റ്റിനെയറിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ട് ചെയ്ത ഡാറ്റേനെയല്ലേ അനാലിസിസ് ചെയ്യുന്നത്. അതുകൊണ്ട് സോഴ്സ് പ്രൈമറി ഡാറ്റ എന്ന് കൊടുക്കുക. നേരെ മറിച്ച് തിയറിറ്റിക്കൽ ഫ്രെയിം വർക്കിലൊക്കെ നമ്മൾ എക്കണോമിക് റിവ്യൂവിൽ നിന്നൊക്കെ ഡാറ്റ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ആ ടേബിളിൻ്റെ ഒക്കെ അടിയിൽ നമ്മൾ സോഴ്സ് സെക്കൻഡറി ഡാറ്റ എന്ന് കൊടുക്കുന്നുണ്ടാവില്ലേ. അതേപോലെ ഇവിടെ നമ്മൾ സോഴ്സ് പ്രൈമറി ഡാറ്റ എന്ന് കൊടുക്കുക. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയാണല്ലോ ഇവിടെ കാണിക്കുന്നത്. അതിനുശേഷം ആ ടേബിളിൽ നിന്നും എന്താണ് മനസ്സിലാവുന്നതെന്ന് ഒരു നോട്ട് കൊടുക്കുക. ഔട്ട് ഓഫ് ദി ടോട്ടൽ ഫാമേഴ്സ് 13% റെസ്പോണ്ടൻസ് ആർ ബിലോ ദ ഏജ് ഓഫ് 36 ഇയേഴ്സ്. മോസ്റ്റ് ഓഫ് ദി ഫാമേഴ്സ്, അതായത് 55% ഫാൾ വിത്തിൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 36 to 56. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു കൺക്ലൂഷനും കൂടി കൊടുക്കുക. അടുത്തത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഫാമേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. അതിന് നമ്മൾ ടേബിളിന് പേര് കൊടുത്തു. ടേബിൾ 4.2 ജെൻഡർ വൈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാമേഴ്സ്. അതിനുശേഷം നമ്മൾ സോഴ്സ് കൊടുത്തു പ്രൈമറി ഡാറ്റ. അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം നമ്മൾ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഫാമേഴ്സും മെയിൽസാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന ഫീമെയിലിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. 7% മാത്രമേ അതുള്ളൂ. അതിനുശേഷം നമ്മളിവിടെ ഒക്യുപ്പേഷൻ വൈസ് ക്ലാസിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടേബിൾ മാത്രമല്ലോ ക്രിയേറ്റ് ചെയ്യുക, ടേബിളിന് ശേഷം നമ്മൾ ഗ്രാഫുകളും ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റയ്ക്ക് മാത്രമാണ് ഗ്രാഫ്സും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാത്തതിന് ടേബിൾ മാത്രമേ ക്രിയേറ്റ് ചെയ്തുള്ളൂ. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെലവൻ്റ് ആയിട്ടുള്ളതിന് മാത്രം നമ്മൾ ഗ്രാഫ്സ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ആനുവൽ ഇൻകം വൈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാമേഴ്സ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഇവിടെ ഞാനൊരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണിക്കാം. ഇതാണ് ആനുവൽ ഇൻകം വൈസ് ക്ലാസിഫിക്കേഷന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ടേബിളിന് കൊടുത്ത പോലെ തന്നെ ഇതിന് നെയിം കൊടുക്കണം. ഈ ചാപ്റ്ററിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ആദ്യത്തെ ഗ്രാഫാണിത്. അതുകൊണ്ടാണ് ഫിഗർ 4.1 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഫിഗർ 4.1 എന്ന് കൊടുത്തു. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്? ആനുവൽ ഇൻകം വൈസ് ക്ലാസിഫിക്കേഷൻ. ആ നെയിമും കൊടുത്തു. ആനുവൽ ഇൻകം വൈസ് ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്ത വേറൊരു മോഡൽ ഗ്രാഫും കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് വേറൊരു മോഡൽ ഗ്രാഫാണ്. ഇതും അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രാഫുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സലാകുമ്പോൾ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേബിളിലെ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ എഡ്യൂക്കേഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാമേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ 3 കോളം വെച്ചുള്ള ടേബിളുണ്ട്. സോഴ്സ് കൊടുത്തിട്ടുണ്ട്, ടേബിളിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ നിന്നും എന്താണ് മനസ്സിലാവുന്നതെന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത്
ഫാമേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ ലെവലാണ് ഇവിടെ മനസ്സിലാവുന്നത്. എത്ര പേർക്ക് ഗ്രാജുവേഷൻ ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, 10ാം ക്ലാസ് വരെ എത്ര പേര് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. നമുക്കൊരു ടേബിൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ എളുപ്പമല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഡാറ്റ അനാലിസിസിൽ ടേബിളും ഗ്രാഫൊക്കെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിന് മനസ്സിലാവുന്ന കാര്യം കുറേ വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ ഷോർട്ട് നോട്ടായിട്ട് എന്താണ് മനസ്സിലാവുന്നതെന്ന് എഴുതിയാൽ മതി. ഇവിടെ എഡ്യൂക്കേഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. പൈ ഡയഗ്രാണ് ഇവിടെ ഞാൻ അതിന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റ അനാലിസിസിൽ ചെയ്യുന്നത്. ടേബിൾ ക്രിയേറ്റ് ചെയ്യും, ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യും. ഇത് എക്സലിൽ ചെയ്തിരിക്കുന്ന മോഡലാണെന്ന് പറഞ്ഞല്ലോ. അതിന് പകരം നമുക്ക് SPSSൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനോവ, T ടെസ്റ്റ്, F ടെസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡാറ്റയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് SPSSൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ SPSSൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഡാറ്റ അനാലിസിസ് കാണണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ മോഡൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതടുത്ത നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്.